നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഫെർമാറ്റ്സ് തിയറം. ഫെർമാറ്റ്സ് തിയറം നമ്മളിവിടെ ഫെർമാറ്റ്സ് തിയറവും വിൽസൺസ് തിയറവും പഠിക്കും. ഫെർമാറ്റ്സ് തിയറവും വിൽസൺസ് തിയറവും ഇതിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. ഒരു കാരണവശാലും നമുക്കിതിന്റെ പ്രൂഫിന്റെ ആവശ്യമില്ല. ഈ രണ്ട് തിയറങ്ങളും സൂചിപ്പിക്കുന്നത് കോൺഗ്രുവൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കോൺഗ്രുവൻസുമായി റിലേറ്റ് ചെയ്ത തിയറങ്ങളാണ് ഇവർ രണ്ടുപേരും. കോൺഗ്രുവൻസുമായി റിലേറ്റ് ചെയ്ത തിയറങ്ങളാണ് രണ്ടുപേരും. എന്താണ് ഫെർമാറ്റ്സ് തിയറം എന്ന് നോക്കാം. അതായത് ലെറ്റ് പി ബി പ്രൈം, പി ഒരു പ്രൈം നമ്പർ ആയിക്കോട്ടെ, ആൻഡ് പി ബി പ്രൈം എ ബി എനി ഇൻറ്റിജർ, എ ബി എനി ഇൻറ്റിജർ. പി ഒരു പ്രൈം നമ്പർ ആയിക്കോട്ടെ, എ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആയിക്കോട്ടെ, ആൻഡ് പി ഡസ് നോട്ട് ഡിവൈഡ്, പി എനെ ഡിവൈഡ് ചെയ്യരുത്. അതായത് ഒരു പ്രൈം നമ്പർ 5 പ്രൈം നമ്പർ, അടുത്ത് എ നിങ്ങൾക്ക് 12 എടുക്കാം. 5 12നെ ഡിവൈഡ് ചെയ്യില്ലോ. പ്രൈം നമ്പറായ 5 12നെ ഡിവൈഡ് ചെയ്യില്ലല്ലോ. അങ്ങനെ വേണമെങ്കിൽ എ ആയിട്ട് 10 എടുക്കാൻ പറ്റില്ല കേട്ടോ. 10 എടുത്തു കഴിഞ്ഞാൽ അതെ 5 10നെ ഡിവൈഡ് ചെയ്യും, അത് പറ്റില്ല. ഈ നിങ്ങൾ ചൂസ് ചെയ്ത പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത ആളായിരിക്കണം എ, ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത ആളായിരിക്കണം എ. അങ്ങനെയാണെങ്കിൽ ദെൻ കൺക്ലൂഷൻ ആണ് ഇമ്പോർട്ടന്റ്, ശ്രദ്ധിക്കുക. എ റൈസ് ടു പി മൈനസ് 1 is congruent to 1 mod p. എ റൈസ് ടു പി മൈനസ് 1 congruent to 1 mod p. അതായത് നിങ്ങൾ ചൂസ് ചെയ്ത എ പി മൈനസ് 1 പവർ എടുക്കുക, പി മൈനസ് 1 പവർ എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വീണ്ടും പറയുന്നു, എ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ, പക്ഷെ പ്രൈം നമ്പറായ പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. അങ്ങനെയാണെങ്കിൽ എ റൈസ് ടു പി മൈനസ് 1നെ 1 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആയിരിക്കും. അത്രയും. എ റൈസ് ടു പി മൈനസ് 1 പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡറായി വരും എന്ന് ചിന്തിച്ചാലും തർക്കമില്ല, കുഴപ്പമൊന്നുമില്ല. എ റൈസ് ടു പി മൈനസ് 1നെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബാക്കിയാകും എന്ന് ചിന്തിച്ചാലും പ്രശ്നമില്ല. 1 കുറച്ചാകുമ്പോൾ ബാക്കിയാവുന്ന 1 കുറച്ചു കഴിഞ്ഞാൽ പി കൊണ്ട് സുഖമായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പി ആയിട്ട് എന്ത് പറഞ്ഞു? പി ആയിട്ട് ഞാൻ 5 എടുക്കാൻ പറഞ്ഞു. അതിനുശേഷം എ ആയിട്ട് 12 എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 12 റൈസ് ടു 5 മൈനസ് 1, 12 റൈസ് ടു 5 മൈനസ് 1, അതായത് 4 is congruent to 1 mod 5. 1 mod 5. 12 റൈസ് ടു 4 എത്ര വലിയ നമ്പർ ആണെന്ന് ആലോചിക്കണം. ഇപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കിയാകുന്നത്, റിമൈൻഡർ ആകുന്നത് 1 ആണ്. കഴിഞ്ഞു. ഇനി വേറെ പ്രൈം നമ്പർ എടുക്കാം. പ്രൈം നമ്പർ ആയിട്ട് നമുക്ക് 17 എടുക്കാം. ഇനി നമുക്ക് എ ആയിട്ട് 100 എടുക്കാം. 100 വലിയ നമ്പറാണ് 100. എന്തായാലും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം എന്താണ്, 100നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. 17 100നെ ഡിവൈഡ് ചെയ്യില്ല. പ്രൈം നമ്പർ, ആ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് 100 റൈസ് ടു എ റൈസ് ടു പി മൈനസ് 1, 17 മൈനസ് 1 16 is congruent to 1 mod 17. അതായത് 100 റൈസ് ടു 16നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കിയാകുന്നത്, റിമൈൻഡർ ആകുന്നത് 1 ആണ്. അത്രയേ ഉള്ളൂ. ഇതാണ് ഫെർമാറ്റ്സ് തിയറം പറയുന്നത്. ഇതിന്റെ പ്രൂഫ് നമുക്ക് യാതൊരു തരത്തിലും ആവശ്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നില്ല. ആവശ്യമില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. കഴിഞ്ഞു. ഫെർമാറ്റ്സ് തിയറം കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വിൽസൺസ് തിയറത്തിലേക്കാണ്. വിൽസൺസ് തിയറം എന്താണ് വിൽസൺസ് തിയറം എന്ന് നോക്കാം. വിൽസൺസ് തിയറം പറയുന്നത്, ഇഫ് പി ഈസ് പ്രൈം, പി പ്രൈം ആണെങ്കിൽ then p minus 1 factorial
ഫാക്ടോറിയൽ, ഫാക്ടോറിയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഈസ് കോൺഗ്രുവന്റ് ടു -1 mod p, ഈസ് കോൺഗ്രുവന്റ് ടു -1 mod p. വിൽസൺസ് തിയറം പറയുന്നത് പി ഒരു പ്രൈം നമ്പർ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ p-1 ഫാക്ടോറിയൽ -1 കോൺഗ്രുവന്റ് പ്രൈം ആകണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യം. എക്സാമ്പിൾ, ഇപ്പൊ പ്രൈം ആയിട്ട് നമുക്ക് 19 എടുക്കാം. അങ്ങനെയാണെങ്കിൽ p-1 ഫാക്ടോറിയൽ, അതായത് 19 - 1 18 ഫാക്ടോറിയൽ. 18 ഫാക്ടോറിയൽ വളരെ വലിയ നമ്പറാണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ പരിശോധിച്ച് നോക്കാം. 18 ഫാക്ടോറിയൽ വളരെ വലിയ നമ്പർ. ഇവരിവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ, p-1 ഫാക്ടോറിയലിന്റെ കൂടെ 1 കൂട്ടിയാൽ p കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് p-1 ഫാക്ടോറിയലിന്റെ കൂടെ p ഡിവൈഡ്സ് p-1 ഫാക്ടോറിയലിന്റെ കൂടെ 1 കൂട്ടിയാൽ, ഈ -1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -1 +1 ആവും. 1 കൂട്ടിയാൽ p കൊണ്ട് സുഖമായി ഡിവൈഡ് ചെയ്യാം. റിമൈൻഡർ ആയിട്ട് പുള്ളിക്കാരനെ എടുക്കാൻ പറ്റില്ല, കാരണം റിമൈൻഡർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, നിങ്ങൾക്ക് അറിയാം. റിമൈൻഡർ ആയിട്ട് പുള്ളി എന്തായാലും എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ p-1 ഫാക്ടോറിയലിന്റെ കൂടെ 1 കൂട്ടിയാൽ p കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 18 ഫാക്ടോറിയൽ ഇസ് കോൺഗ്രുവന്റ് ടു -1 mod p. p വാല്യൂ എന്താണ്? 19. അതായത് 18 ഫാക്ടോറിയൽ വളരെ വലിയ നമ്പറാണ്, അതിന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഇതാണ് വിൽസൺസ് തിയറം പറയുന്നത്. വിൽസൺസ് തിയറം സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, അതിൽ കൂടുതൽ പഠിക്കാനൊന്നുമില്ല. ഇതാണ് എനിക്ക് ഈ 2 തിയറങ്ങളെ പറ്റി പറയാനുള്ളത്, ഫെർമാറ്റ്സ് തിയറവും വിൽസൺസ് തിയറവും. തെറ്റിപ്പോകരുത്, ഇവിടെ p പ്രൈം ആയിരിക്കണം, ഏതെങ്കിലും ഒരു ഇന്റിജർ, പക്ഷെ p കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. ഓരോ വരിയും ഇമ്പോർട്ടന്റ് ആണ്, ഒരു വരി പോലും നമുക്ക് കളയാൻ പറ്റില്ല. p കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പർ ആയിരിക്കണം a. അങ്ങനെയാണെങ്കിൽ a⁻p-1 കോൺഗ്രുവന്റ് ടു 1 mod p. a⁻p-1 കോൺഗ്രുവന്റ് ടു 1 mod p. a⁻p-1ന്റെ കൂടെ 1 കുറച്ചാൽ p കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പറയാം, a⁻p-1നെ p കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ആയി കിട്ടാൻ പോകുന്നതാണ്. അങ്ങനെ പറയാം. കാരണം നിങ്ങൾക്കറിയാം a കോൺഗ്രുവന്റ് ടു b mod n എന്ന് പറഞ്ഞാൽ n ഡിവൈഡ്സ് a-b. അതുകൊണ്ട് ഇയാൾ അപ്പുറത്തെ ഒരു -1 ആവും, p ഡിവൈഡ്സ് ദാറ്റ് വൺ -1. വിൽസൺസ് തിയറം പറയുന്നത് p പ്രൈം ആയിരിക്കണം. ഇവിടെ a എന്ന നമ്പറിനെ പറ്റി മിണ്ടുന്നത് പോലുമില്ല. അങ്ങനെ ഒരു നമ്പറിന്റെ ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. കഴിയും. അങ്ങനെയാണെങ്കിൽ p-1 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു -1 mod. അതായത് p-1 ഫാക്ടോറിയലിന്റെ കൂടെ -1 ഇപ്പുറത്ത് എടുക്കുമ്പോൾ -1 +1 കൂട്ടിയാൽ അയാളെ p കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ കൺക്ലൂഷൻ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഫെർമാറ്റ്സ് തിയറവും വിൽസൺസ് തിയറവും. ഉറപ്പായിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും, പ്രൂഫ് ചോദിക്കില്ല. പ്രൂഫ് ചോദിച്ചാൽ ഔട്ട് ഓഫ് സിലബസ് ആണ്. ധൈര്യമായി അതിന് ഉത്തരം എഴുതാം, അത് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന്. നൗ ഈ കൂട്ടത്തില് ഫെർമാറ്റ്സ് തിയറത്തിന്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് അഡീഷണലി ഒരാളെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇയാളെ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം എന്നൊക്കെ പറയും, പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഒരു പേര് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി മിണ്ടുന്നില്ല. എന്താണ് ഇയാൾ പറയുന്നത് നോക്കാം. ഇഫ് p is prime and ab any integer, p പ്രൈം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഇന്റിജർ ആയിക്കോട്ടെ, നെവർ മൈൻഡ്, ആരായാലും നമുക്ക് പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ then a⁻p is congruent to a mod p. a⁻p is congruent to a mod p. ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് പറയുന്നത് നോക്കുക. a ഒരു പ്രൈം നമ്പർ ആയിരിക്കും, ഏതെങ്കിലും ഒരു ഇന്റിജർ ആയിക്കോട്ടെ. ഇവിടെ p ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ട്, ഇവിടെ അത് വേണ്ട. അങ്ങനെയാണെങ്കിൽ a⁻p കോൺഗ്രുവന്റ് ടു a mod p ആയിരിക്കും. a⁻p-നെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറെ അങ്ങനെ പറയണ്ട, വാട്ട് എവർ ഇറ്റ് ഇസ്, p ഡിവൈഡ്സ് a⁻p - a എന്ന് പറഞ്ഞാൽ മതി, അതായിരിക്കും നമുക്ക് നല്ലത്. p ഡിവൈഡ്സ് a⁻p - a എന്ന് പറഞ്ഞാൽ മതി.
അതായത് ഈ മുകളിൽ കിടക്കുന്ന കൺക്ലൂഷന്റെ രണ്ട് സൈഡ് എ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഇരിക്കും ഇവിടുത്തെ കൺക്ലൂഷൻ. ഇത് ഫെർമാറ്റ്സ് തിയറം അല്ല, ഫെർമാറ്റ്സ് തിയറത്തിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു തിയറമാണ്. ഇയാളെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്കിവിടെ ഇമ്പോർട്ടന്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ. അപ്പൊ ഞാൻ ഇവിടുത്തെ പ്രോബ്ലം സെക്ഷനിലേക്ക് പോകുന്നു. ഫസ്റ്റ് പ്രോബ്ലം, ഷോ ദാറ്റ് 5 raised to 38 congruent to 4 mod 11. 5 raised to 38. 5 raised to 38 എത്ര വലിയ നമ്പർ ആണെന്ന് നോക്കണം. അതിൽ നിന്ന് 4 കുറച്ചാൽ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്ന് തെളിയിക്കണം. ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നു. വളരെ സിമ്പിളാണ്. ഇവിടെ ഈ മോഡുലേക്ക് അകത്ത് കിടക്കുന്നയാൾ പ്രൈം നമ്പറാണ്. അതൊരു പ്രൈം നമ്പറാണ്. ഫെർമാറ്റ് സീറോ ഒന്ന് താരതമ്യപ്പെടുത്തണം. കാരണം മോഡലിലേക്കകത്തെല്ലാം പ്രൈം നമ്പറാണ് കിടക്കുന്നത്. നമ്മൾ ശ്രദ്ധയപ്പെടുത്തണമല്ലോ. അപ്പോ അകത്ത് കിടക്കുന്നയാളെ പ്രൈം നമ്പർ ആണോ നോക്കണം. നോക്കി, സന്തോഷം. അതിനുശേഷം അതിന്റെ പുറത്ത് ഈ പവറിൽ അടി കിടക്കുന്ന ആളാണ് നമ്മുടെ എ 5. ഇവിടെ പി കൊണ്ട് എയിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കണം. അതെ, ഒരിക്കലും 11 5നെ ഡിവൈഡ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഫെർമാറ്റ് സീറോ ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൈം നമ്പർ ഉണ്ട്, പ്രൈം നമ്പറാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു നമ്പർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫെർമാറ്റ് തിയറം അനുസരിച്ച് എ റൈസ് ടു പി മൈനസ് 1 കോൺഗ്രുവന്റ് ടു 1 mod p. അതായത് എ ഇവിടെ 5 ആണ്. 5 റൈസ് ടു 11 മൈനസ് 1. 11 മൈനസ് 1 10 ആണ്. 5 റൈസ് ടു 10 is congruent to 1 mod. p വാല്യൂ 11 ആണ്, മോഡ് 11. 5 റൈസ് ടു 10 congruent to 1 mod 11. പക്ഷെ നമുക്ക് വേണ്ട കാര്യത്തിലേക്ക് എത്തിയില്ല. നമുക്കിവിടെ 10ാമത്തെ പവർ കിട്ടും. എനിക്ക് 38ാമത്തെ പവർ വേണം. 10ാമത്തെ പവർ കിട്ടിയിട്ടുള്ളൂ. 38ാമത്തെ പവർ വരെ എത്തിക്കണം. എനിക്ക് വേണ്ട പവർ സൈഡ് ചെയ്യുന്നു. എനിക്ക് വേണ്ട പവർ 38 ആണ്. അയാളെ ഇപ്പൊ കിട്ടിയ പവർ 10 ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോ ഇത് ചെയ്യുമ്പോ 10 ഇതാവുമ്പോ 10 30 3 തവണ, ബാക്കി 8. അതായത് നമുക്കറിയാം 38 എന്ന് പറയുമ്പോൾ 3 × 10 + 8 ആണ്. 3 × 10 + 8. അപ്പൊ ഞാൻ 38 എത്തിക്കാനുള്ള വഴിയിലേക്കാണ്. ഞാൻ ഈ രണ്ട് സൈഡും ക്യൂബ് എടുക്കും. 5 raised to 10 the whole cube is equal to 1 cube mod 11. നമ്മളെ കോൺഗ്രുവന്റിന്റെ പ്രോപ്പർട്ടി പറയുന്നുണ്ട്, കോൺഗ്രുവന്റിന്റെ രണ്ട് സൈഡും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പവർ എടുക്കാം. എടുത്തു. 5 raised to 10 × 3 30. 1 raised to 3 1 mod 11. എനിക്ക് 38ാമത്തെ പവർ വേണമായിരുന്നു. 30ാമത്തെ പവർ വരെ എത്തി. ഇനി 8ാമത്തെ പവർ വരെ എത്തണം. 8ാമത്തെ പവർ വരെ കൊണ്ടെത്തിക്കണം. ശരി, അത് ഞാൻ പ്രത്യേകം ചെയ്യാം. 5ന്റെ 8ാമത്തെ പവർ വരെ കൊണ്ടെത്തിക്കണം. അറിയാവുന്ന ഒരു കാര്യമാണ് 5 congruent to 5 mod 11. ഇതറിയാം. 5 congruent to 5 mod 11 നമുക്കറിയാവുന്ന കാര്യമാണ്. എ congruent to a mod p അല്ലെങ്കിൽ n എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരാൾ അയാളോട് തന്നെ കോൺഗ്രുവന്റ് ആയിരിക്കും. രണ്ട് സൈഡ് സ്ക്വയർ എടുക്കുന്നു. 5 സ്ക്വയർ congruent to 5ന്റെ സ്ക്വയർ 25 ആണ്, mod 11. ആലോചിക്കണം, 25നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 3 ആണ്. 11 × 2 22 ആണ്, ബാക്കി 3. അപ്പൊ എനിക്ക് ഇവിടെ സൈഡിൽ എഴുതാം 25 congruent to 3 mod 11. 25 - 3 22 ആണ്. 22നെ 11 ഡിവൈഡ് ചെയ്യും, കറക്റ്റ് ആണ്.
എ കോൺഗ്രുവന്റ് ടു ബി, ബി കോൺഗ്രുവന്റ് ടു സി. അങ്ങനെയാണെങ്കിൽ എ കോൺഗ്രുവന്റ് ടു സി ആണ്, എ കോൺഗ്രുവന്റ് ടു സി ആണ്. അതായത് 5² കോൺഗ്രുവന്റ് ടു 3 മോഡ് 11. 5² കോൺഗ്രുവന്റ് ടു 3 മോഡ് 11. രണ്ട് സൈഡും വീണ്ടും സ്ക്വയർ എടുക്കുന്നു. 5² ദ ഹോൾ സ്ക്വയർ 5⁴ കോൺഗ്രുവന്റ് ടു 3² 9 മോഡ് 11. വീണ്ടും സ്ക്വയർ എടുക്കുന്നു. 5⁴ ദ ഹോൾ സ്ക്വയർ 5�8 കോൺഗ്രുവന്റ് ടു 9² 81 മോഡുലോ 11. മോഡുലോ 11 5�8. അതായത് എനിക്ക് 38 30 ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇനി ബാക്കി 8 വേണമായിരുന്നു. അത് 8ാമത്തെ പവർ ഞാൻ എത്തി. കോൺഗ്രുവന്റ് ടു 81 മോഡുലോ 11. 81 വലിയൊരു നമ്പറാണ്, വലിയൊരു നമ്പറാണ്. 11നെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു നമ്പറാണ്. നമ്മൾ നോക്കുമ്പോ സൈഡില് 81ൽ നിന്ന് 4 കുറച്ചാൽ 77 ആവും. 77നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 81 കോൺഗ്രുവന്റ് ടു 4 മോഡ് 11. 4 മോഡ് 11. 81 കോൺഗ്രുവന്റ് ടു 4 മോഡ് 11. എ കോൺഗ്രുവന്റ് ടു ബി, ബി കോൺഗ്രുവന്റ് ടു സി, then എ കോൺഗ്രുവന്റ് ടു സി. മോഡ് 11 കഴിഞ്ഞു. വീണ്ടും പറയുന്നു, ഈ നമ്പർ ഇതിനകത്തുള്ള ആളെക്കാൾ ക്രമാതീതമായി വലുതാകുമ്പോൾ നമ്മൾ ഈ ട്രിക്ക് ഉപയോഗിക്കും. അതായത് ഈ നമ്പറിനെ ഈ പർട്ടിക്കുലർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ തെറ്റില്ല. ഇതാ ഇവിടെ കണ്ടോ, 25 11നേക്കാൾ വലിയ നമ്പർ. അപ്പൊ 25നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അത് 4ആണ്. അത് 4അല്ല 3ആണ്. 3 കൊണ്ട് റീപ്ലേസ് ചെയ്തു. 81 11 വലിയ നമ്പറായി. അപ്പൊ 81നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അത് 4ആണ്. ആ 4 കൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്തു. അങ്ങനെ വിചാരിച്ചാൽ മതി. എ കോൺഗ്രുവന്റ് ടു ബി, ബി കോൺഗ്രുവന്റ് ടു സി തപ്പിപ്പോണ്ട. അതായത് ഇവിടെ വലിയ നമ്പർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ റിമൈൻഡർ ഇവിടെ റീപ്ലേസ് ചെയ്യും. ഇതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുള്ളത്. 5�8 കോൺഗ്രുവന്റ് ടു 4 മോഡ് 11ഉം പിന്നെ 5�30 കോൺഗ്രുവന്റ് ടു 5�30 കോൺഗ്രുവന്റ് ടു 1 മോഡ് 11ഉം ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് അങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. എ കോൺഗ്രുവന്റ് ടു ബി, ബി സി കോൺഗ്രുവന്റ് ടു ഡി ആണെങ്കിൽ എ സി കോൺഗ്രുവന്റ് ടു എ ഡി. അത് ചെയ്യുമ്പോൾ 5�30 ഇൻറ്റു 5�8 is congruent to 5�30 is congruent to 1. 5�8 is congruent to 4 mod 11. 5�30 into 5�8, 5�30 plus 8, 38. 1 into 4, 4 mod 11. പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്തു. അതായത് 5�38നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4ആണ്. 5�38നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4ആണ്. സിമ്പിൾ പരിപാടി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ ഡാ. Now moving on to next problem. Let me remind you something. ഒരു കാര്യം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റില് എന്താണ് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം എന്ന പേര് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഫെർമാറ്റ്സ് തിയറം എന്ന പേരെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം എന്ന പേര് അവർ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം ഇതാണ്. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം ഞാൻ ജസ്റ്റ് ഒന്ന് പേര് മെൻഷൻ ചെയ്യാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ നോക്കിയപ്പോ കണ്ടു ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം എന്ന് ചോദിക്കുമ്പോൾ ഫോർ ദ സേഫർ സൈഡ് രണ്ടും എഴുതി വെക്കുന്നതാണ് നമുക്ക് നല്ലത് കേട്ടോ. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം എന്ന് ചോദിക്കുമ്പോൾ വൈ? ബിക്കോസ് എന്താണെന്ന് പറഞ്ഞാൽ ഓരോ ടെക്സ്റ്റ് ഈ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഫോർ ദ സേഫർ സൈഡ് ഫെർമാറ്റ്സ് തിയറം എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ആളെ എഴുതിയാൽ മതി. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ടുപേരെ എഴുതി വെക്കുന്നതാണ് നമുക്ക് നല്ലത്. സേഫ് അതാണ്. അതുകൊണ്ട് ഈ രണ്ടുപേരും എഴുതി വെക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അങ്ങനെ ഒരു കാര്യം കണ്ടു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ
Find the unit digit of. Find the unit digit of. Find the unit digit of. 3 raised to 100. 3 raised to 100. Find the unit digit of 3 raised to 100 by the use of Fermat's theorem. By the use of Fermat's theorem. By the use of Fermat's theorem. Find the unit digit. അതായത് 3 raised to 100 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് അതായത് ഇപ്പൊ നമ്മൾ ഒരു നമ്പർ പറഞ്ഞു 1731 മീൻസ് 17,831. ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്, കാരണം ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 1 ആണ്. നൗ 7234 അവസാനത്തെ ഡിജിറ്റ് 4 ആണ്. അടുത്ത 104 അവസാനത്തെ ഡിജിറ്റ് 4 ആണ്. സിമ്പിൾ ആസ് ദാറ്റ്. 3 raised to 100 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അവസാനത്തെ ഡിജിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. 3 raised to 100 നമുക്ക് ഇവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ശരി, അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഒബ്സർവ് ചെയ്യുക. ഇവിടെ 17,831 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് തന്നെയാണ് കിട്ടുന്നത്. അടുത്ത നമ്പർ 7,234 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് തന്നെയാണ്. ആൻഡ് 104 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4 ആണ്. അത് അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് തന്നെയാണ്. അതായത് ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എഴുതുമ്പോൾ അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് കിട്ടും. ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ റിമൈൻഡർ എഴുതുമ്പോൾ അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് കിട്ടും. അപ്പൊ അതാണ് എന്റെ ആദ്യത്തെ ഒബ്സർവേഷൻ. യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ഈസ് ദ റിമൈൻഡർ obtained when divided by 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് സത്യം പറഞ്ഞാൽ ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ്. ഇതാണ് എന്റെ ആദ്യത്തെ ഒബ്സർവേഷൻ. ഇതാണ്. യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ഇസ് ദ റിമൈൻഡർ ഒബ്റ്റൈൻഡ് വെൻ ഡിവൈഡഡ് ബൈ 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ, നമ്മൾ അത് ഫിക്സ് ചെയ്തു. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ശരി, അപ്പോ എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് 3 raised to 100 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ്. അതായത് ദാറ്റ് ഇസ് ഐ ഹാവ് ടു ഫൈൻഡ് 3 raised to 100 മോഡുലോ 10. 3 raised to 100 മോഡുലോ 10. ഇതാണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. 3 raised to 100 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആർക്കാണ് കോൺഗ്രുവന്റ്? ആ കോൺഗ്രുവന്റ് ആകുന്ന നമ്പർ 10നേക്കാൾ ചെറുതാണെങ്കിൽ അപ്പൊ തന്നെ ചാടി പിടിക്കുക, അതാണ് റിമൈൻഡർ. അല്ലാതെ ഈ വലിയ നമ്പറിൽ നിന്ന് എനിക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ 3 raised to 100 കോൺഗ്രുവന്റ് ടു എന്ത് മോഡ് 10 ആണെന്ന് കണ്ടുപിടിക്കും. ആ കണ്ടുപിടിച്ച നമ്പർ 10നേക്കാൾ ചെറുതാണെങ്കിൽ അത് തന്നെ റിമൈൻഡർ ആണ്. ശരി, അപ്പൊ ഇനീഷ്യൽ ഒബ്സർവേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ഒബ്സർവേഷൻ മോഡുലോ 10. മോഡുലക്കകത്തുള്ള ആള് പ്രൈം നമ്പർ അല്ല. പ്രൈം നമ്പർ ആണെങ്കിൽ എനിക്ക് ഫെർമാറ്റ് തിയറം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. മോഡുലക്കകത്തുള്ള ആള് പ്രൈം നമ്പർ അല്ല. ശ്രദ്ധിച്ചോ, നമ്മുടെ ഫെർമാറ്റ് തിയറത്തില് മോഡുലക്കകത്തുള്ള ആള് പ്രൈം നമ്പർ ആയിരുന്നു. അത് നിങ്ങളെല്ലാം ഒബ്സർവ് ചെയ്ത കാര്യമാണ്. പക്ഷെ ഇവിടെ മോഡുലോ 10 ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് 10 ഒരു പ്രൈം നമ്പർ അല്ല. പക്ഷെ ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറയുന്നുണ്ട് ഫെർമാറ്റ് തിയറം ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഐ ഹാവ് അനദർ പ്രോബ്ലം ടു ഫേസ്. സോ അത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? 10 is equal to 2 into 5 എന്ന് എഴുതി. പ്രൈം ഫാക്ടറൈസേഷൻ. 10 2 into 5 ആണ്. 2 5 പ്രൈം നമ്പർ ആണ്.
ശരി, നമുക്ക് ഒബ്സർവ് ചെയ്യാം. അപ്പൊ പ്രൈം നമ്പർ 2, എ എന്ന് പറയുന്നത് 3. ഒരിക്കലും 2 3യെ ഡിവൈഡ് ചെയ്യില്ല. അതായത് എന്റെ പ്രൈം നമ്പർ ഇവിടത്തെ എ ഡിവൈഡ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ഫെർമാറ്റ് തിയറം ഉപയോഗിക്കാം. 3 റൈസ് ടു പി മൈനസ് 1, 3 റൈസ് ടു പി മൈനസ് 1, 3 റൈസ് ടു പി മൈനസ് 1, p minus 1, 2 minus 1, 1 is congruent to 1 mod 2. ഇത് കണ്ടുപിടിക്കാൻ ഇതിന്റെ സഹായത്തിന്റെ ഒരാവശ്യമില്ലായിരുന്നു. 3 റൈസ് ടു എന്ന് വെച്ചാൽ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 തന്നെയാണ്. 3 മൈനസ് 1 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതിന് എനിക്ക് ഫെർമാറ്റ് തിയറത്തിന്റെ ആവശ്യമൊന്നുമില്ല. ശരി, ഇരിക്കട്ടെ. പക്ഷെ എനിക്ക് വെറും 3 അല്ല വേണ്ട, 3 റൈസ് ടു 100 ആണ് വേണ്ടത്. അതുകൊണ്ട് രണ്ട് സൈഡും റൈസ് ടു 100 പവർ എടുക്കും. 3 റൈസ് ടു 100, 1 റൈസ് ടു 100, 1 അഗെയിൻ. 1ന് ഇനി എന്തുമാത്രം പവർ എടുത്തിട്ട് കാര്യമില്ല, അത് 1 തന്നെ ആയിരിക്കും. കഴിഞ്ഞു. ഇനി അടുത്ത് 5 വേറൊരു പ്രൈം ആണല്ലോ. അപ്പൊ ഞാൻ പ്രൈം 5 എടുത്തു. p ഈക്വൽ ടു 5, അഗെയിൻ a ഈക്വൽ ടു 3. സ്വാഭാവികമായിട്ടും 5 കൊണ്ട് 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ പ്രൈം നമ്പർ കൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും 3 ഡിവൈഡ് ചെയ്യാം, 7നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഫെർമാറ്റ് തിയറം ഉപയോഗത്തിൽ വരും. 3 റൈസ് ടു p മൈനസ് 1, 3 റൈസ് ടു p മൈനസ് 1, 5 മൈനസ് 1, 4 is congruent to 1 mod 5, 1 mod 5. Therefore, ഇവിടെ എനിക്ക് 100 പവർ എത്തിക്കണം. എനിക്കിവിടെ 100 പവർ എത്തിക്കണം. ഇതാണ് എന്റെ ആവശ്യം. പവർ 100 എനിക്ക് എത്തിക്കണം. പവർ 100 എത്തിക്കാൻ ഇപ്പൊ 4നെ 100 ആക്കാൻ 4 × 25 ചെയ്താൽ മതി. 4 × 25, അതാണ് 100. അതുകൊണ്ട് ഞാൻ രണ്ട് സൈഡും റൈസ് ടു 25 എടുക്കുന്നു. റൈസ് ടു 25. 1 റൈസ് ടു 25 is 1. Never mind. Therefore, 3 raised to 4 into 25, 3 raised to 4 into 25, 3 raised to 100, congruent to 1 mod 5. 3 raised to 100, congruent to 1 mod 5. അപ്പൊ എന്റെ കയ്യില് രണ്ട് ഇക്വേഷൻ, രണ്ട് കോൺഗ്രുവൻസ് ഉണ്ട്. 3 raised to 100 congruent to 1 mod 2, 3 raised to 100 congruent to 1 mod 5. അപ്പൊ ഞാൻ ആ രണ്ട് കാര്യം എഴുതുന്നേ. 3 raised to 100 congruent to 1 mod 2. ഇതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. A congruent to B mod n എന്ന് പറഞ്ഞാൽ n divides a minus b. Therefore 2 divides 3 raised to 100 minus 1. അടുത്തത് 3 raised to 100 congruent to 3 raised to 100 congruent to 1 mod 5. അതായത് 5 divides 3 raised to 100 minus 1. അതായത് 2 ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യും, 5ഉം ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യും. 2ഉം ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യും, 5ഉം ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നമ്പറിന്റെയും എൽസിഎം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യും. എൽസിഎം ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യും. 2ന്റെ 5ന്റെ എൽസിഎം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. നമ്മളിതിവിടെ നമ്മുടെ ടോപ്പിക്കിൽ പഠിച്ചിട്ടില്ല എങ്കിലും എൽസിഎം നിങ്ങൾക്ക് അറിയാം, കുഞ്ഞു ക്ലാസ് മുതൽ കാണുന്നതാണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏറ്റവും ചെറുത്. 2ന്റെ 5ന്റെ കോമൺ മൾട്ടിപ്പിൾ ഏറ്റവും ചെറുത് 10 ആണ്. Common multiple of 2 and 5, 10. That is 10 divides 3 raised to 100 minus 1. 10 divides 3 raised to 100 minus 1. n divides a minus b, then a congruent to b mod n. 3 raised to 100 is congruent to 1 mod n. ഇവിടെ വന്നയാള് 10നേക്കാൾ ചെറുതാണ്. 10നേക്കാൾ ചെറുത്. അപ്പോ ഇതാണ് നമ്മുടെ റിമൈൻഡർ. Therefore 1 is the remainder. 1 is the remainder obtained when 3 raised to 100 is divided by 10. 3 raised to 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഈ കാണുന്ന 1 ആണ്. Therefore 1 ആണ് റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 1 is the unit digit. 1 is the unit digit in 3 raised to 100.
3/100 എന്ന വലിയ നമ്പറിലെ ഏറ്റവും അവസാനത്തെ നമ്പർ 1 ആണ്. 1 ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 1 ആണ്. കഴിഞ്ഞു. നമ്മൾ വളരെ സിമ്പിളായി അത് കണ്ടുപിടിച്ചു. നമ്മളത് കണ്ടുപിടിച്ചു. ഫൈൻ. Now, moving on to the next question in your question paper. Next question ഇതാണ്. Calculate 5/10110 modulo 131. Calculate 5/110 modulo 131. അതായത് സിമ്പിൾ, ഇയാൾ ആർക്കാണ് കോൺഗ്രുവന്റ് എന്ന് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ആവശ്യം. ഓക്കെ, ഇവിടെ ഫെർമാറ്റ്സ് തിയറം ഉപയോഗിക്കാൻ എന്താണ് ഒരു പരിമിതിയുണ്ട്. പക്ഷെ എങ്കിലും വേണമെങ്കിൽ ഉപയോഗിക്കാം, കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഫെർമാറ്റ്സ് തിയറം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഫെർമാറ്റ്സ് തിയറം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ പവർ കുറയ്ക്കാൻ പറ്റില്ല. പവർ 130 വരെ പോകും. നമുക്കത് പിന്നെ കുറയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ ഫെർമാറ്റ്സ് തിയറം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം 131 പ്രൈം നമ്പർ തന്നെയാണ്. 131 5നെ ഡിവൈഡ് ചെയ്യാനും പോകുന്നില്ല. അതുകൊണ്ട് 5/131 - 1 5/130 കോൺഗ്രുവന്റ് 1 മോഡ് 131 ആണ്. ഓക്കെ, അവിടെ ഓക്കെയാണ്. പക്ഷെ നമുക്ക് വലിയ പ്രതീക്ഷ തരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല അത്. സോ ഞാൻ കൺവെൻഷണൽ മെത്തേഡിലേക്ക് പോവുകയാണ്. 5 is congruent to 5 mod 131. 5 is congruent to 5 mod 131. A congruent to A mod 131. സ്ക്വയർ എടുക്കുന്നു. 5 സ്ക്വയർ congruent to 5 സ്ക്വയർ 25 mod 131. കഴിഞ്ഞു. ഇനി അടുത്ത രണ്ട് സൈഡ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ശരിയാവില്ല. നമുക്ക് എന്തായാലും വീണ്ടും സ്ക്വയർ എടുത്ത് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ടഫ് ആയിരിക്കാനാണ് സാധ്യത. അപ്പോ 5 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ 5/4 ആയിരിക്കും. ദിസ് ഇസ് ഈക്വൽ ടു 25 സ്ക്വയർ. 25 സ്ക്വയർ എന്ന് പറയുമ്പോൾ 625 ആയിരിക്കും. 625 മോഡുലോ 131. അപ്പൊ നമ്മൾ ഒരു കാൽക്കുലേഷൻ നടത്തുമ്പോൾ 131 ഇൻറ്റു 4 എന്നൊക്കെ പറയുമ്പോൾ 524 വരും. 131 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 131 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 524. 524 625 തമ്മിൽ ഒരു 101ന്റെ ഡിഫറൻസ് ഉണ്ട്. Therefore, നമുക്ക് പറയാം 625 is congruent to 101 മോഡുലോ 131. 101 കുറവുണ്ട്. അപ്പോ 131നെ 625നെ 131 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 101 ആയിരിക്കും റിമൈൻഡർ. അപ്പൊ ഞാനിവിടെ 101 എന്ന് പറയുമ്പോൾ ഈസ് കോൺഗ്രുവന്റ് ടു -30 മോഡ് 131. അതായത് 101 131 ആവാൻ ഒരു 30ന്റെ കുറവുണ്ടല്ലോ. അതാണ് 101 കോൺഗ്രുവന്റ് ടു -30 മോഡ് 131 എന്ന് ഞാൻ എഴുതിയത്. -30 മോഡ് 131 എന്ന് നമ്മൾ എഴുതിയത് അതുകൊണ്ടാണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഞാൻ ഇനിയും അടുത്ത സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 101ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. നോക്കിക്കോളൂ. 5/4 കോൺഗ്രുവന്റ് 625 രണ്ട് സൈഡ് സ്ക്വയർ എടുത്തു. 625 131ന്റെ 4ാമത്തെ മൾട്ടിപ്പിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കാൽക്കുലേറ്റർ ഉണ്ട്. 524. ഈ 524ഉം 625ഉം തമ്മിൽ 101ന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ 625 is congruent to 101 mod 131. അപ്പോ 101 131 ആവാൻ 30ന്റെ കുറവുണ്ട്.
അപ്പോ 101 ഇസ് കോൺഗ്രുവന്റ് ടു -30 മോഡ് 131. ഇത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ +30 ആവും, 131 ആവും, കുഴപ്പമില്ല. അപ്പോ എ കോൺഗ്രുവന്റ് ടു ബി, ബി കോൺഗ്രുവന്റ് ടു സി, സി കോൺഗ്രുവന്റ് ടു ഡി. അപ്പോ എ ബിയിലേക്ക് പോവും, ബി സിയിലേക്ക് പോവും, സിയിൽ നിന്ന് ഡിയിലേക്ക് പോവും. അപ്പോ എനിക്ക് കൃത്യമായി 5⁴ കോൺഗ്രുവന്റ് ടു -30 മോഡ് 131 എന്ന് എഴുതാം. ഇവിടത്തെ നമ്പർ മാക്സിമം ചെറുതാക്കുന്നതാണ് നല്ലത്, കാരണം എനിക്ക് വലിയ വലിയ നമ്പറിലേക്ക് പോകാനുള്ളതാണ്. എഗെയിൻ ഞാൻ സ്ക്വയർ എടുക്കുന്നു. 5⁴ ദ ഹോൾ സ്ക്വയർ 5⁸ ഇസ് കോൺഗ്രുവന്റ് ടു -30 സ്ക്വയർ. -30 മൈനസ് പോകും, സ്ക്വയർ എടുക്കുമ്പോൾ മൈനസ് പോകും. 3 സ്ക്വയർ 30 സ്ക്വയർ 900 മോഡുലോ 131. എഗെയിൻ എ ബിഗർ നമ്പർ, എഗെയിൻ എ ബിഗർ നമ്പർ. അപ്പോ 131ന്റെ എത്രാമത്തെ മൾട്ടിപ്പിള് 900ന്റെ അടുത്ത് എത്തുമെന്ന് നമുക്ക് നോക്കാം. എത്രാമത്തെ മൾട്ടിപ്പിൾ? 6th മൾട്ടിപ്പിൾ ആണ് വരുന്നത്. 6th മൾട്ടിപ്പിൾ ആണ് 900ന്റെ അടുത്ത് വരുന്നത്. 131 into 6 is equal to 786. 786 ആണ് അതിന്റെ അടുത്ത് വരുന്ന അടുത്ത നമ്പർ. 786 ആണ്. അപ്പോ നമുക്ക് എഴുതാം 900 is congruent to 900 is congruent to. അപ്പോ 131 into 7 എന്ന് പറയുമ്പോൾ 917 ആണ്. 917. അതായത് 131ന്റെ മൾട്ടിപ്പിൾ 917 ഉണ്ട്. ഈ 900 917 ആവാൻ ഒരു 17ന്റെ കുറവുണ്ട്. 131ന്റെ മൾട്ടിപ്പിൾ ആവാൻ ഒരു 17ന്റെ കുറവുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 900 പ്ലസ് 17 ആവും, 917 ആവും. അത് 131ന്റെ മൾട്ടിപ്പിൾ ആണ്. 131ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് എ കോൺഗ്രുവന്റ് ടു ബി, ബി കോൺഗ്രുവന്റ് ടു സി. അതുകൊണ്ട് എ കോൺഗ്രുവന്റ് ടു -17 മോഡ് 131 എന്ന് എഴുതാം. -17 മോഡ് 131 എന്ന് എഴുതാം. എഗെയിൻ സ്ക്വയർ എടുക്കുന്നു. 5⁸ ദ ഹോൾ സ്ക്വയർ 5�16 ആണ്. 5�16 ആണ്. 17ന്റെ സ്ക്വയർ 289. 17ന്റെ സ്ക്വയർ 289 മോഡുലോ 131. ഈ 131ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ 262. അതായത് 289 നിന്ന് 262 ആകാൻ 27ന്റെ കുറവുണ്ട്. 27ന്റെ കുറവ്. അപ്പോ 289 ഈസ് കോൺഗ്രുവന്റ് ടു 27 മോഡുലോ 131. 27 മോഡുലോ 131. 287 മൈനസ് 21 ചെയ്യുമ്പോൾ 262 ആവും. 131ന്റെ മൾട്ടിപ്പിൾ ആവും. അതുകൊണ്ട് എ കോൺഗ്രുവന്റ് ടു ബി, ബി കോൺഗ്രുവന്റ് ടു സി. അതുകൊണ്ട് 5�16 കോൺഗ്രുവന്റ് ടു 27 മോഡുലോ 131. 27 മോഡുലോ 131. എഗെയിൻ പവർ 110 ആയിട്ടില്ല. എഗെയിൻ ഞാൻ സ്ക്വയർ എടുക്കും. 5�16 the whole square is 5�32. 5�32. ഇപ്പുറത്ത് 27ന്റെ സ്ക്വയർ ഉണ്ട്. 27ന്റെ സ്ക്വയർ ഉണ്ട്. അത് 729 മോഡുലോ 131. 729 മോഡുലോ 131. 729 എന്ന് പറയുമ്പോൾ 729 എന്ന് പറയുമ്പോൾ 131 into 5. 131 into 5 എന്ന് പറയുമ്പോൾ that will be 655. അടുത്ത 131 into 6 എന്ന് പറയുമ്പോൾ 786. അപ്പൊ 786ൽ നിന്ന് 786ൽ നിന്ന് ഒരു 57ന്റെ കുറവുണ്ട്. 57ന്റെ കുറവുണ്ട്. 57 വലിയൊരു നമ്പറാണ്. പക്ഷെ അപ്പുറത്തെ ഭാഗത്ത് അതിനേക്കാൾ വലിയ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ എഴുതുന്നു 729 ഇസ് കോൺഗ്രുവന്റ് ടു -57 മോഡുലോ 131. അപ്പൊ ഞാൻ ഇയാൾ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ +57 ആവും. 729 + 57 786 ആവും. മൾട്ടിപ്പിൾ ആവും. അതുകൊണ്ട് എ കോൺഗ്രുവന്റ് ടു ബി, ബി കോൺഗ്രുവന്റ് ടു സി. അങ്ങനെയാണെങ്കിൽ എ കോൺഗ്രുവന്റ് ടു -57 മോഡുലോ 131 ആവും. -57 മോഡുലോ 131 ആവും.
എഗെയിൻ സ്ക്വയർ എടുക്കുന്നു 5 റൈസ് ടു 64. 5 റൈസ് ടു 64. ഈ തവണ 57ന്റെ സ്ക്വയർ ആണ്, ഭീകരമായി വലുതാണ്. 3249 ആ നമ്പർ. 57ന്റെ സ്ക്വയർ 3249 ആ നമ്പർ. അതാണ് പറഞ്ഞത്, ഇവിടെ വലിയ നമ്പർ ആക്കാതിരുന്ന അതുകൊണ്ടാണ് കേട്ടോ. സ്ക്വയർ എടുക്കുമ്പോൾ ഭീകരമായി വലുതായി പോകും, അൺകൺട്രോളബിൾ ആയി പോകും. അതാണ് ഇവിടെ സംഭവിച്ചത്. 3249 വന്നു. 3249 എന്ന് പറയുമ്പോൾ അത് ഡിവൈഡഡ് ബൈ 131 ചെയ്യുമ്പോൾ ഏകദേശം 24-25 വരും, 24 വരും. അപ്പോ 131ന്റെ 24ാമത്തെ മൾട്ടിപ്പിൾ, 131ന്റെ 24ാമത്തെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 3744. അതേസമയം 25ാമത്തെ മൾട്ടിപ്പിൾ, 131ന്റെ 25ാമത്തെ മൾട്ടിപ്പിൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 3775. അപ്പൊ നമ്മൾ 3775 അടുത്ത് നിൽക്കുന്നത്. ഒരു 26ന്റെ കുറവേ കാണുന്നുള്ളൂ, 26ന്റെ കുറവേ കാണുന്നുള്ളൂ. അപ്പൊ 3249 ഈസ് കോൺഗ്രുവന്റ് ടു -26 മോഡുലോ 131. -26 മോഡുലോ 131. 26ന്റെ കുറവേ കാണുന്നുള്ളൂ. എ കോൺഗ്രുവന്റ് ടു ബി, ബി കോൺഗ്രുവന്റ് ടു സി. അതുകൊണ്ട് 5 റൈസ് ടു 64 കോൺഗ്രുവന്റ് ടു -26 മോഡുലോ 131. -26 മോഡുലോ 131. ഇനി എനിക്ക് ഇവിടെ സ്ക്വയർ എടുക്കാൻ പറ്റില്ല. സ്ക്വയർ എടുത്താൽ പവർ 128 മാറി. 64ന്റെ ഇരട്ടി 128. 128 ആയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ട, എനിക്ക് 510 മതി, 110 മതി പവർ. അതിന്റെ കൂടുതൽ പവർ എനിക്ക് വേണ്ട. അതുകൊണ്ട് ഇനി പവർ എടുക്കുന്നത് നല്ലതല്ല. അപ്പൊ ഞാൻ പവർ എടുക്കുന്നില്ല. പകരം എന്റെ കയ്യിലുള്ള പവറുകളൊക്കെ നോക്കുന്നേ. 64ാമത്തെ പവർ ഉണ്ട്, 64ഉം 32. അടുത്ത തൊട്ട് താഴത്തെ പവർ 32 ആണ്. അപ്പൊ 64ഉം 32, 64 + 32 എന്ന് പറയുമ്പോൾ 96. ഇനി 96ന്റെ കൂടെ ഒരു 16ാമത്തെ പവർ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. അപ്പൊ 16ഉം കൂടെ കൂട്ടുമ്പോൾ 112ആയി. നമുക്ക് 112 വേണ്ട, 110 മതി. അപ്പൊ 16 കൂട്ടിയാൽ ശരിയാവില്ല. ഇനി അടുത്ത് 8 ഉണ്ട്, 8 കൂട്ടാം. 8 കൂട്ടുമ്പോ 104ആയി പവർ. 104 ആകുമ്പോ എനിക്കിനി വേണ്ടത് 104 ആകുമ്പോ ഇനി 110 ആകാൻ പവർ 6 വേണം. പവർ 6 വേണമെങ്കിൽ ഇനി 4 കൂട്ടണം, 4. പിന്നെ ഒരു 2 കൂട്ടണം, 2. അപ്പോ 110ാമത്തെ പവർ ആകാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള പവറുകളെല്ലാം കൂടെ കൂട്ടണം. അത് നമ്മുടെ ആവശ്യാനുസരണം കൂട്ടണം കേട്ടോ, നമ്മുടെ ആവശ്യാനുസരണം കൂട്ടണം. 64ന്റെ കൂടെ 64 കൂട്ടിയാൽ 110 വെളിയിലായി പോകും. അപ്പൊ ശരി, 64ന്റെ കൂടെ 32 കൂട്ടിയപ്പോ 96 കിട്ടി. ഓക്കെ, 96. 96ന്റെ കൂടെ ഒരു 32 കൂടെ കൂട്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമായി. അത് 110 കഴിഞ്ഞു. അപ്പൊ പിന്നെ 8 കൂട്ടി. 8 കൂട്ടുമ്പോൾ 104ആയി. 104. അപ്പൊ 110 ആവാൻ ഇനി 6 പവറിന്റെ കുറവുണ്ട്. 6 എന്ന് പറയുമ്പോൾ 4 + 2 എന്ന് എഴുതാം. 4 + 2 കഴിഞ്ഞു. അപ്പൊ ഞാൻ ഈ ഓരോ പവർ ആയിട്ട് നോക്കുന്നു. സെക്കൻഡ് പവർ വേണം, അപ്പൊ ആ സെക്കൻഡ് പവർ അതിന് 1 മെൻഷൻ ചെയ്തു. ഫോർത്ത് പവർ വേണം, ഫോർത്ത് പവറിന് 2 മെൻഷൻ ചെയ്തു. എയ്ത്ത് പവർ വേണം, എയ്ത്ത് പവറിന് 3 എന്ന് മെൻഷൻ ചെയ്തു. 16th പവർ എനിക്ക് വേണമായിരുന്നു. 16th പവർ എനിക്ക് വേണ്ട. സെക്കൻഡ് പവർ, ഫോർത്ത് പവർ, എയ്ത്ത് പവർ. 16th പവറിന്റെ ആവശ്യം എനിക്കില്ല. 16th പവർ വേണ്ട. പകരം 32 പവർ 32 അതിന് 4 എന്ന് മെൻഷൻ ചെയ്തു. ആൻഡ് 64th പവർ 5 എന്ന് മെൻഷൻ ചെയ്തു. ഞാനിവിടെ 1 മുതൽ 5 വരെയുള്ള ഇക്വേഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 1 മുതൽ 5 വരെയുള്ള ഇക്വേഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. Therefore 5 square into 5 raised to 4 into 5 raised to 8 into 5 raised to 32 into 5 raised to 64. 5 raised to 64. ഞാൻ എടുത്ത എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്തു. 5 square, 5 raised to 4, 5 raised to 8, 5 square, 5 raised to 4, 5 raised to 8, 5 raised to 32, 5 raised to 64. എന്നിട്ട് ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ആണ്. 25 minus 30, 25 into minus 30 into minus 17 into minus 17. 25 minus 30 minus 17. അടുത്ത -57 -57.
ഇൻറ്റു -26 മോഡുലോ 131 മോഡുലോ 131 കഴിഞ്ഞു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പവറുകളെല്ലാം കൂടെ കൂട്ടും. 2 + 4 + 8 + 32 + 64 നമ്മൾ ഇവിടെ സൈഡ് ചെയ്ത് വെച്ച പോലെ ആ പവർ 110 ആകും. ആ പവർ 110 ആകും. ഇവിടെ 1 മൈനസ്, 2 മൈനസ്, 3 മൈനസ്, 4 മൈനസ്, 4 മൈനസും കൂടെ ചേർന്ന് പോസിറ്റീവ് ആയിക്കോളും. ആ ഒരു പ്രശ്നമില്ല. ഇവരെ എല്ലാവരെയും കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യൂല. പകരം 25 × 30 25 × 30 750 രണ്ടുപേര് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അടുത്ത 17 × 57 17 × 57 17 × 57 ചെയ്യുന്നതിനേക്കാൾ 17 × 26 ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. 17 × 26 ചെയ്യാം. 17 × 26 17 × 26 442 × 57 രണ്ടുപേർ വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടുപേർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 750 കാര്യം നമുക്ക് തന്നെ അറിയാം. ഇതാ കിടക്കുന്നു 131 × 6 786. അപ്പോൾ 750 എന്ന് പറയുമ്പോൾ ഒരു 36ന്റെ കുറവുണ്ട് 131ന്റെ മൾട്ടിപ്പിൾ ആകാൻ. 131ന്റെ മൾട്ടിപ്പിൾ ആകാൻ ഒരു 36ന്റെ കുറവുണ്ട്. പ്ലസ് 36 ഇടുമ്പോൾ 786 ആയി. അപ്പോൾ 750 പകരം ഞാൻ -36 റീപ്ലേസ് ചെയ്യും. ഇനി 131ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ 131ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ആണ് 393. ഇവിടെ 442 ആണ്. അതായത് 442 രണ്ടിൽ നിന്ന് 49 കുറച്ചാൽ 131ന്റെ മൾട്ടിപ്പിൾ ആവും. 442 നിന്ന് 49 കുറച്ചാൽ 393 ആവും. ആരുടെ 133ന്റെ മൾട്ടിപ്പിൾ ആവും. അതുകൊണ്ട് ഇവിടെ 442 കോൺട്രിബ്യൂട്ട് 49 മോഡ് 131 ആണ്. അതുകൊണ്ട് അവിടെ 49 ഇട്ടു. ഇൻറ്റു 57 57ന് മാറ്റമില്ല. ഇനി അടുത്ത് ഞാൻ ഇവർ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ആണ്. 49 × 57 is congruent to -36 ഉണ്ട്. -36 ഇവിടെ ഇരിക്കട്ടെ. ഇൻറ്റു 49 × 57 ചെയ്യുന്നു. 49 × 57 അതൊരു വലിയ സംഖ്യ വരും. 2793 മോഡുലോ 131. അതെന്ന് പറയുമ്പോൾ ഏകദേശം 21ാമത്തെ മൾട്ടിപ്പിൾ 131ന്റെ 21ാമത്തെ മൾട്ടിപ്പിളിന്റെ അടുത്ത് വരും. 131ന്റെ 21ാമത്തെ മൾട്ടിപ്പിളിന്റെ അടുത്ത് വരും. 131ന്റെ 21ാമത്തെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 2751 ആണ്. 2751ന്റെ കൂടെ അത് 93 ആകണമെങ്കിൽ 42 ആണ് കൂട്ടാനുള്ളത്. 42 കൂടെ ആഡ് ആയിരുന്നുവെങ്കിൽ അത് എന്താണ് 131ന്റെ മൾട്ടിപ്പിൾ ആയ ആഡല്ല സോറി തെറ്റിപ്പോയി. അതായത് 2793 ആണ്. അതിന്റെ കൂടെ 42 കുറഞ്ഞിരുന്നുവെങ്കിൽ അയാള് ഉറപ്പായിട്ടും 131ന്റെ മൾട്ടിപ്പിൾ ആയേനെ. അയാള് 2751 ആയേനെ. 131ന്റെ മൾട്ടിപ്പിൾ ആയേനെ. അപ്പോ 2793 കോൺട്രിബ്യൂട്ട് 42 മോഡുലോ 131 ആണ്. കോൺട്രിബ്യൂട്ട് -36 × 42 മോഡുലോ 131. 42 മോഡുലോ 131. ഇനി അടുത്ത് നമ്മുടെ കയ്യിലുള്ളത് -36 × 42 ആണ്. -36 × 42 ചെയ്യുന്നു. -36 × 42 is equal to again a larger number
മൈനസ് 1512 മോഡുലോ 131 മോഡുലോ മൈനസ് 1512 മോഡുലോ 131. അപ്പോ 131ന്റെ നോക്കിക്കഴിഞ്ഞാൽ 11 ഏകദേശം അടുത്ത് വരും. 11 ഏകദേശം അടുത്ത് വരും. 131 into 11 131 is equal to 1441. 1441. ഞാൻ 12ാമത്തെയും കൂടെ എടുക്കുകയാണ്. 12 1301 ഇൻറ്റു 131 ഇൻറ്റു 12 ഏകദേശം 1572 1572 മൈനസ് 1512 മൈനസ് 1512 മൈനസ് 1572 ആകണമെങ്കിൽ നമ്മള് ഒരു 60 കൂട്ടണം. മൈനസ് 1512 അതിന്റെ കൂടെ ഒരു 60 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -60 ആവും. മൈനസ് 1512 -60 മൈനസ് 1572 ആയിക്കോളും, മൾട്ടിപ്പിൾ ആയിക്കോളും. Therefore, a congruent to ഇയാൾ congruent 60 ആണ്. അതുകൊണ്ട് റീപ്ലേസ് ചെയ്ത് 60 കൊടുക്കുന്നു. 60 മോഡുലോ 131. And final answer 5⁻110 is congruent to 60 mod 131. കഴിഞ്ഞു. ഇത് വളരെയധികം ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിപ്പോയി. 15 മാർക്കിന് വന്നത് നമുക്ക് ഫെർമാറ്റ്സ് തിയറമോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളതാണ് വന്നത്. 131 വലിയ പവർ ആയിരുന്നെങ്കിൽ നമുക്ക് ഫെർമാറ്റ്സ് തിയറം ഉപയോഗിക്കാം. ഇത് ചെറിയ പവർ ആയിപ്പോയി. ചെറിയ പവർ ആയതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഓരോരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകാനേ കഴിഞ്ഞുള്ളൂ. അതിന് ഒരുപാട് കാൽക്കുലേഷൻസിന്റെ ആവശ്യം വരികയും ചെയ്തു. അവസാനം കണ്ടുപിടിച്ചു 5⁻110 is congruent to 60 mod 131. 131 കൊണ്ട് 5⁻110 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിമൈൻഡർ 60 ആണ്. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഇവിടെ വന്ന സൊല്യൂഷൻ. സൊല്യൂഷൻ ടഫായിരുന്നു. അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നൗ അനദർ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദിസ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് ഫെർമാറ്റ്സ് തിയറം. Take the question. Using Fermat's theorem, verify that 17 divides 11⁻104 plus 1. 17 divides 11⁻104 plus 1. നോക്കുക, 17 divides 11⁻104 plus 1. ഇത് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഡിവൈഡ് ചെയ്യുന്ന 17 ആണ്. അത് പ്രൈം നമ്പർ ആണ്. ബാക്കി പവറിന്റെ താഴെ വന്നിരിക്കുന്നത് 11 ആണ്. അത് എ ആണ്. ഒരു കാരണവശാലും 17 11 ഡിവൈഡ് ചെയ്യുന്നില്ല. ഫെർമാറ്റ്സ് തിയറം ഉപയോഗിക്കാം. ഫെർമാറ്റ്സ് തിയറം അനുസരിച്ച് 11⁻17 - 1 16 is congruent to 1 mod 17. നമുക്ക് വേണ്ട പവർ 104 ആണ്. 104ന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ 104നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 80 96 6 തവണ. ബാക്കി 8 വരും. ദാറ്റ് ഈസ് 104 is equal to 16 into 6 plus 8. അപ്പൊ ഞാൻ
രണ്ട് സൈഡും 16 into 6 ആ പവർ എടുക്കുന്നു. 11 raised to 16 the whole raised to 6 is congruent to 1 raised to 6 modulo 17. 11 raised to 16 the whole raised to 6, 11 raised to 16 into 6, that is 96. 1 raised to 6 1 ആണ് മോഡുലോ 17. നമുക്ക് 104ാമത്തെ പവറാണ് വേണ്ടത്. നമ്മൾ 96ാമത്തെ പവർ വരെ എത്തി. ഇനി ഒരു 8 പവറിന്റെ കുറവുണ്ട്. 8 പവറിന്റെ കുറവുണ്ട്. അത് ഒപ്പിക്കാൻ പോവുകയാണ്. നമുക്കറിയാം 11 is congruent to 11 mod 17. 11 is congruent to 11 mod 17. സ്ക്വയർ എടുക്കുന്നു. 11 സ്ക്വയർ കോൺഗ്രുവന്റ് ടു 121 മോഡുലോ 17. 121 മോഡുലോ 17. 17ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ 17 ഇൻറ്റു 6 എന്ന് പറയുന്നത് 102 ആണ്. 17 ഇൻറ്റു 7 എടുക്കാം, വീണ്ടും അടുത്ത് വരുമെന്ന് തോന്നുന്നു, 119 വരും. 17 ഇൻറ്റു 7 ഈക്വൽ ടു 119. അപ്പോ 121ൽ നിന്ന് 2 കുറച്ചാൽ 119 ആവും. 2 കുറച്ചാൽ 119 ആവും. 17ന്റെ മൾട്ടിപ്പിൾ ആവും. 121 കോൺഗ്രുവന്റ് ടു 2 മോഡ് 17. അപ്പോ 11 സ്ക്വയർ കോൺഗ്രുവന്റ് ടു 2 മോഡ് 17 എന്ന് എഴുതാം. രണ്ട് സൈഡും വീണ്ടും സ്ക്വയർ എടുക്കുന്നു. 11 raised to 4 is congruent to 4 mod 17. 4 mod 17. വീണ്ടും രണ്ട് സൈഡ് സ്ക്വയർ എടുക്കുന്നു. 11 raised to 8 is congruent to 16 mod 17. 16 mod 17. 16 17 ആകാൻ ഒന്നിന്റെ കുറവാണുള്ളത്. 16 congruent to -1 mod 17. 16 congruent to -1 mod 17. ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 17 മൾട്ടിപ്പിൾ ആവും. അപ്പോ 11 raised to 8 congruent to -1 mod 17. നമുക്ക് ഈ ഒരു ചാട്ടം ജമ്പ് ചെയ്യാൻ കിട്ടാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒരുപാട് കഷ്ടപ്പെട്ടത്. ജമ്പ് ചെയ്യാൻ കിട്ടിയപ്പോൾ എത്ര വലിയ പവർ, 96ാമത്തെ പവർ വരെ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റി. പിന്നെ ഒരു ബാക്കിയുള്ള 8 പവറാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. സോ ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 11 raised to 96 into 11 raised to 8 is congruent to 1 into -1 modulo 17. 1 into -1 modulo 17. 11 raised to 96 plus 11 raised to 8, 11 raised to 104. 11 raised to 104 is congruent to -1 mod 17. A congruent to B mod n means n divides 17 divides A minus B. 11 raised to 104 minus -1. That is 17 divides 11 raised to 104 minus കൂടെ പ്ലസ് ആകും, +1. കഴിഞ്ഞു. സിമ്പിളായി നമുക്കത് ചെയ്യാൻ പറ്റി. കാരണം അതാണ്, നമ്മുടെ പവർ ഏകദേശം നമുക്ക് അടുത്തു വന്നു. അതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്. വളരെ സ്പീഡായിട്ട് നമുക്കതിന്റെ ആൻസർ കിട്ടി. ശരി, ഇനി ഞാൻ ഒരു കാര്യവും കൂടെ പറയുകയാണ്. വേറൊന്നുമല്ല, അതിലൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, ന്യൂട്ടൺസ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ്. നിങ്ങൾക്കത് പഠിക്കാനില്ലാത്തതാണെങ്കിലും ഒരു പ്രോബ്ലമായി സെക്ഷനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. പ്രോബ്ലം സെക്ഷനിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ന്യൂട്ടൺസ് ഐഡന്റിറ്റി അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാനില്ല എങ്കിലും അവർ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ എഴുതുകയാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ഡിറൈവ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിറൈവ് ന്യൂട്ടൺസ് ഐഡന്റിറ്റി. Therefore, NK KR, അതായത് കോമ്പിനേഷൻ ആണ്, NCK into KCR is equal to NR into N minus R by K minus R. Derive Newton's identity.
ഡെറൈവ് ന്യൂട്ടൺസ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു പ്രോബ്ലം വന്നു കണ്ടു. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിളായി നമുക്കത് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. 4 മാർക്ക്. അപ്പൊ ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡ് വെച്ച് തുടങ്ങി. എൻ കെ ഇൻറ്റു കെ ആർ, എൻ കെ ഇൻറ്റു കെ ആർ. ബൈ ദ ഡെഫിനേഷൻ നമുക്കതറിയാം, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് കെ ഫാക്ടോറിയൽ. കെ ആർ നമുക്കറിയാം, കെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു കെ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇത് നോക്കുമ്പോൾ കെ ഫാക്ടോറിയൽ വെട്ടിപ്പോവും, കെ ഫാക്ടോറിയൽ വെട്ടിപ്പോവും. ബാക്കി നമ്മുടെ കയ്യിൽ എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ, എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഞാൻ ഇപ്പുറത്തേക്ക് ഇടും. ഇൻറ്റു ഡിനോമിനേറ്ററിൽ കുറച്ചുകൂടെ ആളുണ്ട്, എൻ മൈനസ് കെ ഫാക്ടോറിയൽ കെ മൈനസ് ആർ. ഇത്ര ആൾക്കാർ കൂടെയാണ്. എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ, താഴെ എൻ മൈനസ് കെ ഫാക്ടോറിയലും കെ മൈനസ് ആർ ഫാക്ടോറിയലും ഉണ്ട്. എനിക്കിവിടെ എൻ ആർ കൊണ്ടുവരണം. എൻ ആറിന്റെ ഫോർമുല എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആണല്ലോ, അപ്പൊ ഞാൻ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും ഒരു എൻ മൈനസ് ആർ ഫാക്ടോറിയലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോ മുകളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആയതുകൊണ്ട് വെട്ടിപ്പോവും. പഴയ ആളുമായി യാതൊരുവിധ വ്യത്യാസവും വരാൻ പോകുന്നില്ല. എൻ മൈനസ് ആർ ഫാക്ടോറിയൽ കൊണ്ട് ഞാൻ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ പുള്ളിക്കാരൻ ഒന്ന് അടുക്കി എഴുതുകയാണ്. എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഈ മൂന്ന് പേരെ മാത്രം ഒരുമിച്ച് എഴുതി. ഇൻറ്റു ബാക്കിയുള്ള ആളെ മാറ്റി എഴുതുകയാണ്. എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് കെ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് കെ ഫാക്ടോറിയൽ. ചുമ്മാ എഴുതിയതാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആൾ ഇവിടെ കിട്ടി. എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എൻ ആർ. ഇനി ഇവിടെ ആകണം, ഇയാളാകാൻ മുകളിൽ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ വന്നു, താഴെ കെ മൈനസ് ആർ ഫാക്ടോറിയൽ വന്നു, എന്നിട്ട് എൻ മൈനസ് ആർ മൈനസ് കെ മൈനസ് ആർ ഫാക്ടോറിയൽ ആണ് ഇതിൻ്റെ അകത്ത് വരാനുള്ളത്. അതല്ല വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ കെ മൈനസ് ആർ ഫാക്ടോറിയൽ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടി. എൻ മൈനസ് ആർ പ്ലസ് ആർ മൈനസ് കെ. അതായത് അതിൻ്റെ അകത്ത് ഒരു 6 കൂട്ടി 6 കുറച്ചു. ഫലത്തിൽ 2 വെട്ടിപ്പോവും. വേറെ ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ല. എൻ ആർ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ കെ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആണ്. എൻ മൈനസ് ആർ മൈനസ്, ഇവിടെ നിന്ന് രണ്ടിടത്ത് മൈനസ് കോമൺ എടുക്കുമ്പോൾ കെ മൈനസ് ആർ ഉണ്ട്. അപ്പൊ എൻ മൈനസ് ആർ മൈനസ് കെ മൈനസ് ആർ ആയി. മുകളിൽ നോക്കൂ, എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ കെ മൈനസ് ആർ. എന്നിട്ട് ഇവര് തമ്മിലുള്ള വ്യത്യാസം എൻ മൈനസ് ആർ മൈനസ് കെ മൈനസ് ആർ. അപ്പോ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എൻ മൈനസ് ആർ ഡിവൈഡഡ് ബൈ കെ മൈനസ് ആർ. ഡെറിവേഷൻ കംപ്ലീറ്റ്. നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിൽ വലിയ സംഭവമൊന്നും ഇല്ല. ഇത് ഡിറൈവ് ന്യൂട്ടൺസ് ഐഡന്റിറ്റി.